കോൺഗ്രസിൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് സംബന്ധിച്ച് നേരത്തെ തന്നെ ചർച്ചകളും ചില പ്രതികരണങ്ങളും ഒക്കെ വന്നതാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയുള്ള ചർച്ചകളൊക്കെയായിരുന്നു നേരത്തെ നടന്നു വന്നിരുന്നത്. പക്ഷേ അത് പാർട്ടിക്ക് അത്ര ഗുണം ചെയ്യില്ല എന്ന് കണ്ട് പാർട്ടി തന്നെ അത്തരം പ്രതികരണങ്ങളും ചർച്ചകളും ഒക്കെ അവസാനിപ്പിക്കുകയും അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയുള്ള ഒരു വേദിയിൽ ഒരു പ്രതികരണം നടത്തി. വ്യവസായ രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. അവിടെ ആ വേദിയിൽ സ്വാഗത പ്രാസംഗികൻ അടുത്ത മുഖ്യമന്ത്രിയായി ചെന്നിത്തല വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന പറയുന്നത്. സ്വാഗത പ്രാസംഗികൻ പറഞ്ഞത് അത് കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന വലിയ ബോംബാണ്, അപ്പോൾ അത് ഒഴിവാക്കാമായിരുന്നു എന്ന രീതിയിൽ ഒരു പരിഹാസ രൂപേണയായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. പക്ഷേ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് അല്പം ഗൗരവത്തോടുകൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. സതീശന്റെ പ്രതികരണം, കോൺഗ്രസിനെ ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രി വരേണ്ട, ഞാൻ പഴയ പല കാര്യങ്ങളും എനിക്ക് പിന്നെ പറയേണ്ടി വരും. പണ്ട് VS മുഖ്യമന്ത്രിയാകാതിരിക്കാൻ പിണറായി വിജയൻ നടത്തിയ ചില നീക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് സതീശൻ പറഞ്ഞത്. എന്തായാലും വീണ്ടും കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ അത് സജീവമാവുകയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അഡ്മിസ്, മുഖ്യമന്ത്രി ഒരല്പം എരുതിയിൽ എണ്ണ ഒഴിച്ചതാണോ ഇന്നലെ? അത് സ്വാഗത പ്രാസംഗികൻ എന്താണ് പറയുക, ഒരു അതിര് കടന്ന പ്രയോഗം നടത്തിയതാണ് പ്രശ്നമായത്. അത് വേണ്ടിയിരുന്നില്ല. എന്ന് വെച്ചാൽ സ്വാഗത പ്രാസംഗികന് അതിഥികളെ സ്വാഗതം പറഞ്ഞാൽ മതി. അപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് നിലയിൽ രമേശ് ചെന്നിത്തല ഭാവി മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി തൊട്ടടുത്തിരിക്കുകയാണല്ലോ. അതൊരു രാഷ്ട്രീയ വേദിയുമല്ല, എന്നിരിക്കെ അങ്ങനെ രാഷ്ട്രീയ പരാമർശം ആവശ്യമില്ലായിരുന്നു. സ്വാഭാവികമായും വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ട രണ്ടുപേരാണ് പിണറായി വിജയനും ചെന്നിത്തലയും. UDF അധികാരത്തിൽ തിരിച്ചു വരണം എന്ന് അവരൊരു ഡൈ ഹാർഡ് പൊസിഷനിലാണുള്ളത്. അങ്ങനെ ഇരിക്കുക അടുത്ത മുഖ്യമന്ത്രി ആവട്ടെ എന്ന് മുഖ്യമന്ത്രിയുടെ പറഞ്ഞു. മുഖ്യമന്ത്രി എന്തായാലും അതിനെ പ്രതികരിക്കാതിരിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ട്രോൾ രീതിയിലാണ് പറഞ്ഞത്. സ്വാഗത പ്രാസംഗികൻ പറഞ്ഞത് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് അത് ബോംബിടുന്ന പോലെ ആയിപ്പോയി, കാരണം അവിടെ വലിയ തർക്കാടി നടക്കുകയാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തർക്കം നടക്കുക എന്നുള്ളതൊരു അസ്വാഭാവികതയല്ല. എല്ലാ കാര്യത്തിലും തർക്കം ഉണ്ടാവാറുണ്ട്. ഈവൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അവസാന നിമിഷം സ്ഥാനാർത്ഥി നിർണയം വൈകുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ കഴിഞ്ഞൊരു 30 വർഷമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ കോൺഗ്രസ്സിൽ അത്തരം തർക്കങ്ങളില്ലാത്തൊരു സമയമാണിത്. അതായത് അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ഒരു തർക്കം, അല്ലെങ്കിൽ പാർട്ടി ആര് നയിക്കണം എന്നൊരു തർക്കം, അത് മാത്രവുമല്ല കോൺഗ്രസിൻ്റെ അകത്ത് പുനഃസംഘടനയിലാവട്ടെ, ഇനി ഏതെങ്കിലും മന്ത്രിമാരുടെ മുഖ്യമന്ത്രിമാരുടെ പൊസിഷനിലേക്കാകട്ടെ, പാർട്ടിക്ക് പുറത്തുനിന്നുള്ള ആളുകൾ അഭിപ്രായം പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സാമുദായിക സംഘടനകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ അഭിപ്രായം പറയും, ഇന്ന സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി വേണം, ആ സമുദായത്തിൽ നിന്ന് KPCC പ്രസിഡന്റ്, താക്കോൽ സ്ഥാനം വേണം, ഇങ്ങനെയൊക്കെ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരു 10 വർഷം മുമ്പ് വരെ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഒരാളും ഒരു അഭിപ്രായം പറയുന്നില്ല കോൺഗ്രസിനെ കുറിച്ച്. അത് കോൺഗ്രസ് ഇനിയിപ്പോൾ അധികാരത്തിൽ വരില്ല, ഇനി കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടല്ല. കോൺഗ്രസ് അതിൻ്റെ ഒരു സംഘടനാ ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞ പോലെ സെമി കേഡറൊന്നും ആയിട്ടൊന്നുമല്ല, അവരുടെ സംഘടനാ സംസ്കാരം മാറുന്നുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. കാരണം പഴയ കോൺഗ്രസ് സംസ്കാരത്തോടെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും, ആ സംഘടന ചലിപ്പിക്കാൻ കഴിയില്ല എന്നും, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്നും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒന്ന്, അതായത് താഴെത്തട്ട് മുതൽ സംഘടന ഇല്ലാതെ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അത് നല്ല ശുഭസൂചനയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയാവുക, ഞാൻ പാർട്ടി ജയിക്കുക, മുന്നണി ജയിക്കുക, മുഖ്യമന്ത്രിയാവുക എന്നുള്ള ക്ലെയിമുമായി നേതാക്കൾ രഹസ്യമായോ പരസ്യമായോ രംഗത്ത് വരുന്നില്ല. നമ്മൾ കണ്ടതെപ്പോഴാണ്, ശശി തരൂർ ഒരു കേരള ടൂർ നടത്തിയൊരു സമയമുണ്ട്. അപ്പോൾ തരൂര് മുഖ്യമന്ത്രി ആവണം എന്നുള്ള അഭിപ്രായം പലരും ഇങ്ങനെ പറയുന്നു. അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, തരൂര് മുഖ്യമന്ത്രി ആവട്ടെ, ഒരു ഒത്തുതീർപ്പ് മുഖ്യമന്ത്രി എന്ന നിലയിൽ. ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന രീതി ഞങ്ങൾക്കില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അപ്പോൾ ചെന്നിത്തലയും സതീശനും തമ്മിൽ തർക്കമുണ്ടാവുകയും ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നൊക്കെ ആളുകൾ സിദ്ധാന്തം പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നിലവിലെ അവസ്ഥ, മുഖ്യമന്ത്രി ആരാണ് എന്ന് ചർച്ച ചെയ്യുന്നത് പോയിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമോ, കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും, UDF 3 അക്ക സീറ്റിലേക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അധികാരത്തിലേറാനുള്ള സീറ്റ് കേവല ഭൂരിപക്ഷങ്ങളും ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീർച്ചയും ഇല്ലാതെയാണ് UDF കോൺഗ്രസും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മുഖ്യമന്ത്രി ആര് എന്ന് ചർച്ച ചെയ്യുന്നത് എത്രമാത്രം പരിഹാസ്യമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. ഞാൻ അറിയുന്ന വിവരം ശരിയാണെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ഉന്നയിക്കേണ്ടതില്ല എന്ന് വി ഡി സതീശൻ തീരുമാനിക്കുകയും
സതീശൻ തന്നെ അത് കോൺഗ്രസ് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അത് വെരിഫൈഡ് ആയിട്ടുള്ള വിവരമല്ല. അതേസമയം തന്നെ ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്നതിനോട് വി.ഡി. സതീശനോ മറ്റാരെങ്കിലും എതിർപ്പുള്ളതായിട്ടും അറിയില്ല. എന്ന് മാത്രമല്ല, ചെന്നിത്തല മുഖ്യമന്ത്രി ആവേണ്ട ഒരാളാണ് എന്നൊരു കൺസേൺസ് കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് തന്നെയുണ്ട്. കാരണം അത്രമാത്രം സീനിയറായ ഒരാളാണ് അദ്ദേഹം. KPC അധ്യക്ഷനായിരുന്ന ആളാണ്, ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഇപ്പോൾ ആര് മുഖ്യമന്ത്രിയാവും, ആരൊക്കെ മന്ത്രിമാരാവും, ആരൊക്കെ മത്സരിക്കുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മിന്നുന്ന ഒരു ജയം ഉണ്ടാക്കുക, LDFനെ ഔട്ട്ഷൈൻ ചെയ്യുന്ന ഒരു ജയം ഉണ്ടാക്കുക, ആ ആത്മവിശ്വാസത്തോടെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നുള്ളതാണ്. അവരുടെ ആത്യന്തിക ലക്ഷ്യം അസംബ്ലി തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരുടെ നഷ്ടപ്പെട്ടു പോയ കോട്ടകളുണ്ട്. ചില ജില്ലകളിൽ അവർക്ക് പച്ച തൊറാൻ കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാത്ത ജില്ലകളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്ന നിലയിൽ. ആ ജില്ലകളിൽ അവർക്ക് MLA ഉണ്ടാക്കാനുള്ള പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രമാത്രം വിജയകരമാണ്, ഇപ്പോൾ എത്രമാത്രം മുന്നോട്ട് പോയ പണി എന്നൊക്കെ നമുക്ക് തൃശ്ശൂരൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒന്നും ഒരു ചലനം അവർക്ക് ഉണ്ടാകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാണം കെട്ട തോൽവിക്ക് ശേഷം അവരുടെ സംഘടന തന്നെ തകർന്നൊരവസ്ഥയാണ്. അത് ഉണ്ടാക്കിയെടുത്ത് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളൊരു പണിയാണ് എടുക്കുന്നത്. അതർവൈസ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സിൽ ഇത്തരം കുത്തിത്തിരിപ്പുകളും അധികാരമോഹവും കുതികാൽ വെട്ടും ഇല്ലാത്ത ഒരു നല്ല കാലത്താണ് അവരിപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, റാവുന് എന്ത് തോന്നുന്നു, ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്നതിനെ ചൊല്ലിയുള്ള തർക്കം അത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയാകാനിടയുണ്ടോ? തർക്കം അജിംസ് പറഞ്ഞ പോലെ വിസിബിളായ തർക്കമൊന്നും അതിനകത്തില്ല. പക്ഷേ മുഖ്യമന്ത്രി മോഹികൾ അതിനകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. അത് കോൺഗ്രസ് ആണ് പാർട്ടി. അടുത്ത തവണ അധികാരം കിട്ടുമ്പോൾ ആ ഭരണത്തിൻ്റെ തലപ്പത്ത് ഞാൻ വരണമെന്നും ആഗ്രഹിക്കുന്ന ഒന്നിലധികം ആളുകൾ നിശ്ചയമായും അതിനകത്തുണ്ട്. അതിനുവേണ്ടി കരുക്കൾ നീക്കി തുടങ്ങിയ മനുഷ്യന്മാരും ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന് അങ്ങനെ അധികാരത്തിൽ നിന്ന് നിർമോഹികളായ മനുഷ്യരുടെ ഒരു സംഘമല്ല ഒരിക്കലും കോൺഗ്രസ്. ഇപ്പോൾ ഇന്നലത്തെ പിണറായി വിജയൻ്റെ പരാമർശം ഒരർത്ഥത്തിൽ വേണമെങ്കിൽ അവഗണിക്കാമായിരുന്നു വി.ഡി. സതീശൻ. പക്ഷേ അദ്ദേഹം വല്ലാതെ ഡിസ്റ്റർബ്ഡായി. അങ്ങനെ ആവേണ്ട കാര്യമില്ല ഒരർത്ഥത്തിൽ. പക്ഷേ ഇതുണ്ട്. രമേശ് ചെന്നിത്തല പുതിയ പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നു, പുതിയ സമുദായ സംഘടനകളുടെ പരിപാടികൾ വിളിക്കപ്പെടുന്ന വിഷയം ഉണ്ടാവുകയും അത് ചർച്ചയാവുകയും ചെയ്ത ഘട്ടത്തിലെല്ലാം വളരെ ഡിസ്റ്റർബ്ഡായിട്ടാണ് വി.ഡി. സതീശനോട് പ്രതികരിക്കുന്നത്. അതൊരു പക്ഷേ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാക്കാനുള്ള ശ്രമത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക വിയോജിപ്പാവാം, അല്ലെങ്കിൽ പുതിയ ക്ലെയിം ഉണ്ടായി വരുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ അതൃപ്തിയും അതിൽ ഒരു ഉണ്ടാകാമല്ലോ. വി.ഡി. സതീശൻ ഈ പണി മുഴുവൻ എടുക്കുന്നത് പാർട്ടി അധികാരത്തിൽ വരിക, അതിൽ തന്നെ ആരെങ്കിലും സീനിയേഴ്സായ ആളുകൾ മുഖ്യമന്ത്രിയാവുക എന്ന നിസ്വാർത്ഥമായ ആഗ്രഹത്താലാണ്. ഞാൻ മാറി നിൽക്കാം എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ, സീരിയസ്ലി ഇല്ല. കഴിഞ്ഞ തവണ UDF തോറ്റുപോയപ്പോൾ രമേശ് ചെന്നിത്തല തുടരട്ടെ എന്ന ആഗ്രഹമുള്ള ആളുകൾ കോൺഗ്രസിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി പോലും വന്ന് രമേശ് തുടരട്ടെ എന്ന് നിലപാടെടുക്കുകയും ഉമ്മൻചാണ്ടിയുടെ ഒപ്പം നിൽക്കുന്ന MLA രമേശിന് വേണ്ടി കേന്ദ്ര നേതൃത്വത്തോട് ശുപാർശ പറയണമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ നടന്നില്ല. നേരിട്ട് ഞാൻ മനസ്സിലാക്കുന്ന പറയാൻ നേരിട്ട് ഇത്തവണ കൂടി മാറി തരണമെന്ന് പറഞ്ഞെങ്കിലും വി.ഡി. സതീശൻ വഴങ്ങിയില്ല. അദ്ദേഹം എനിക്ക് പിന്തുണയുണ്ടെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുമെന്ന നിലപാടിലായിരുന്നു. അദ്ദേഹം അങ്ങനെ ആവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം മറ്റാർക്കെങ്കിലും വിശാല സ്വഭാവത്തിൽ വിസിബിലിറ്റി കൊടുക്കുന്ന ഒരു സമീപനം എടുത്ത് കാണുകയും ചെയ്തില്ല. കോൺഗ്രസിനകത്ത് ആ ആഗ്രഹം ഉണ്ടെന്ന് പറയാൻ കാര്യം, ഒരു പൊതുപരിപാടിയിൽ കുട്ടികളോട് സംസാരിക്കവേ രമേശ് ചെന്നിത്തല തുറന്നു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി മോഹം ഉള്ളിലുള്ള ആളാണ് ഞാൻ, ആ മോഹം ഞാൻ മാറ്റിവെച്ചിട്ടില്ല, ആ മോഹവും കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അങ്ങനെ മോഹം കൊണ്ട് സഞ്ചരിക്കുന്നത് വെച്ചാൽ അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം മുഖ്യമന്ത്രിയാവാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണോ? നോ, അദ്ദേഹം പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം അതിനുവേണ്ടി ഉള്ള ജോലി ചെയ്യുന്നുണ്ട്. രമേശ് ചെന്നിത്തല അജിംസ് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയാവാൻ കേപ്പബിളായ ആളുമാണ്. കഴിഞ്ഞ തവണത്തെ സാഹചര്യം വിഭിന്നമായിരുന്നു. കഴിഞ്ഞ തവണത്തെ സർക്കാർ ഇപ്പോൾ വി.ഡി. സതീശന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഈ സർക്കാർ കുറച്ചുകൂടി അൺപോപ്പുലർ ആയിട്ടുണ്ട് പല കാര്യങ്ങളിലും, അല്ലേ? സർക്കാരിനോട് പലതരം എതിർപ്പുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഫലം കാണിച്ചിരുന്നതാണ്. കഴിഞ്ഞ പിണറായി വിജയൻ്റെ ആദ്യ സർക്കാരിനോട് അത്രയും അൺപോപ്പുലർ ആയിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ടഫായിരുന്നു, ടാസ്ക് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ തുടർച്ചയായി തോറ്റപ്പോൾ കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഒരു ഇളക്കമുണ്ടല്ലോ, ആ ഇളക്കത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. അടുത്ത തവണ നമ്മൾ എന്തായാലും ജയിക്കുന്ന ഒരു ലൂസായിട്ടുള്ള മൈൻഡ് കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? രമേശ് കൊണ്ടുവന്ന വിഷയങ്ങളോട് ഒപ്പം പിടിക്കാനോ അതൊരു സമര വിഷയമാക്കി ഉയർത്താനോ ആ നിലയ്ക്കുള്ള ഒരു അഗ്രസീവായ പ്രകടനം കഴിഞ്ഞ തവണ ഉണ്ടായില്ല. ഇത്തവണ എന്താണ്? പണിയെടുത്തില്ലെങ്കിൽ തോറ്റുപോകുന്നു കോൺഗ്രസിന് മനസ്സിലായപ്പോൾ അവരെല്ലാവരുടെയും മെക്കാനിസം താഴെ തട്ടുന്നൊരു മോളി വരെ ചലിക്കാൻ തുടങ്ങി. അതിൻ്റെ ആനുകൂല്യം, സർക്കാരിന് ഫണ്ടില്ലാതെ സർക്കാർ കുടുങ്ങി നിൽക്കുകയുണ്ടായിട്ടുള്ള ആനുകൂല്യം, പിണറായി വിജയനും കുടുംബത്തിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അത്തരം പലതരം ആനുകൂല്യങ്ങൾ സ്വാഭാവികമായും വി.ഡി. സതീശനെ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്. അതർവൈസ് മറ്റേ കക്ഷിയും നന്നായി പണിയെടുത്ത ആളാണ്. വി.ഡി. സതീശനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് പലതരം ക്ലെയിം ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ പല സമുദായ സംഘടനകൾ പരിപാടിക്ക് വിളിക്കുന്നു. സമുദായ സംഘടനകളുമായിട്ടുള്ള ബാന്ധവം നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന് അതിജീവനത്തിന് പ്രധാനമാണ്.
കോൺഗ്രസ് അങ്ങനെ CPI-എമ്മിനെ പോലെ ഇത്ര മെമ്പർഷിപ്പ് ഇത്ര കൃത്യമായ ഒരു പാറ്റേണിൽ വർക്ക് ചെയ്ത് പോകുന്നതല്ല. സമുദായ സംഘടനകൾ, പലതരം ഗ്രൂപ്പുകൾ, അവരുടെ എല്ലാം കൂടി ഒരു സംയോജനത്തിൽ വിജയിച്ചു പോകുന്ന പാർട്ടിയാണ്. അപ്പോൾ അതിനകത്ത് രമേശിന് സമുദായ സംഘടനകളായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതെല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് താല്പര്യങ്ങളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളിൽ എടുത്തു വെക്കാനുള്ള ടൈം ആയിട്ടില്ല എന്നേ ഇവർ വിചാരിക്കുന്നുള്ളൂ. അതിന് സമയമാവട്ടെ. വളരെ സ്മൂത്തായിട്ടൊരു മുഖ്യമന്ത്രി തീരുമാനിച്ച് പോകും, അടുത്ത തവണ കോൺഗ്രസ് ജയിച്ചാലും തോന്നുന്നു. ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനത്തെ സാഹചര്യമല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ കളിയാക്കാനൊന്നും പറയണ്ട. എന്താ കോൺഗ്രസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞാൽ എന്താണ്? പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയായത് VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി ജയിച്ചിട്ടാണ് എന്ന് ഇവരെല്ലാം ആക്ഷേപിച്ചിട്ടില്ലേ? പിണറായി വിജയൻ നവകേരള മാർച്ച് നടത്തി, മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടി സെക്രട്ടറി പദവിയിൽ നിന്ന് ഇറങ്ങി നിന്ന് നവകേരള മാർച്ച് നടത്തി, കേരളം മുഴുവൻ സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പിനെ അഡ്രസ്സ് ചെയ്തു. നമ്മളെല്ലാം ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ശബ്ദം കേൾക്കാൻ, നമസ്കാരം ഞാൻ പിണറായി വിജയൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ, അദ്ദേഹമല്ലേ പറഞ്ഞു. VS പറഞ്ഞു. ഇവരെല്ലാം പറഞ്ഞല്ലോ VS-നെ മുൻനിർത്തി കള്ളത്തരത്തിൽ ജയിച്ചു മുഖ്യമന്ത്രിയാളായെന്ന്. VS-ഉം പിണറായി വിജയനും തമ്മിലുള്ള ആഭ്യന്തര രാഷ്ട്രീയ കാലുഷ്യങ്ങൾക്കകത്ത് ഇവരെല്ലാം കമൻറ്റ് ചെയ്തിട്ടില്ലേ? അന്നൊരു കാലത്ത് VS പക്ഷക്കാരെ പോലെ നടിച്ച് കമൻറ്റ് ചെയ്തവർ പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടിയിലെ ആഭ്യന്തരമായ പ്രശ്നങ്ങളെക്കുറിച്ചും അധികാര തർക്കത്തെക്കുറിച്ചും പുറത്ത് നിൽക്കുന്നവർ കമൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിലും അത്ര വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇനിയും അവർ പറയും, ഇവർക്ക് തിരിച്ചും പറയാം. ഇനി 2016 പഴയ മലപ്പുറം സമ്മേളനമോ അല്ലെങ്കിൽ വിഭാഗീയതയോ VS-ആയിട്ടുള്ള PB പോരോ ഒക്കെ VD സതീശനും പറയട്ടെ. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരു കാര്യം, വളരെ വിശുദ്ധമായി പോയിക്കൊണ്ടിരുന്ന കോൺഗ്രസിനെ കുറിച്ച് ആരൊക്കെ തെറ്റുകൾ പറയുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ്സിൽ സ്വാഭാവികമാണത്. അതിന് കോൺഗ്രസ്സുകാരകത്ത് അസ്വസ്ഥരാവണ്ട. അവരുടെ പാർട്ടി അങ്ങനെയാണ്. അത്തരം എല്ലാ സങ്കീർണതകളുടെയും കടന്നാണ് ആ പാർട്ടി പലതവണ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് ബേജാറാവുകയൊന്നും വേണ്ട. പിന്നെ ആരോ അന്യായം ചെയ്യുന്നു എന്നുള്ള പരാതി ഉന്നയിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, എന്തായാലും സതീശനായാലും ചെന്നിത്തലയായാലും ഇനി KC വേണുഗോപാലായാലും മുഖ്യമന്ത്രിയാകണമെങ്കിൽ ആദ്യം കോൺഗ്രസ്സിന് ഭരണം കിട്ടേണ്ടതുണ്ട്, ഭൂരിപക്ഷം കിട്ടേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് എന്തായാലും കോൺഗ്രസ്സിനുണ്ട്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടി ആയിരിക്കാം മുഖ്യമന്ത്രിയുടെ പ്രതികരണം കോൺഗ്രസിനെ, പ്രതിപക്ഷ നേതാവിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്.